എല്ലാ പ്രേക്ഷകർക്കും എന്റെയും BLM-ന്റെയും ഓണാശംസകൾ. ബീഹാറിലെ രാഷ്ട്രീയ കളരിയിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു തർക്കമല്ല. ഭരണപക്ഷത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന വമ്പൻ കൊടുങ്കാറ്റാണ്. കേന്ദ്രത്തിൽ BJP-യെ താങ്ങി നിർത്തുന്ന അതേ സഖ്യകക്ഷികൾ തന്നെ സംവരണ വിഷയത്തിൽ സ്വന്തം മുന്നണിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പരസ്യമായി വാളോങ്ങിയിരിക്കുകയാണ്. NDA-യുടെ നെടുന്തൂണായ നിതീഷ് കുമാറിന്റെ ജനതാദൾ, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി, ജിതേന്ദ്ര മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, ഉപേന്ദ്ര കുഷ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ച ഇവരെയെല്ലാം ഒരൊറ്റ തിരിച്ചറിവാണ് ഇപ്പോൾ നയിക്കുന്നത്. ദളിത്, OBC, ആദിവാസി വോട്ട് ബാങ്ക് കൈവിട്ടാൽ രാഷ്ട്രീയത്തിൽ പിന്നീട് ഒരു തിരിച്ചുപോക്കില്ല എന്ന് ചിരാഗ് പാസ്വാന്റെ വാക്കുകളിൽ മുഴങ്ങുന്നത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് താക്കീതാണ്. സംവരണം എന്നത് ആരുടെയും ഔദാര്യമല്ല എന്നും അത് ഭരണഘടനാപരമായ അവകാശമാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ വിറയ്ക്കുന്നത് കേന്ദ്രത്തിലെ BJP നേതൃത്വം തന്നെയാണ്. ബീഹാർ സർക്കാർ ജാതി സർവേക്ക് ശേഷം കൊണ്ടുവന്ന 65% സംവരണം പട്ന ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് ഈ പോര് പുതിയ തലത്തിലേക്ക് കടന്നത്. കോടതി ഇടപെടലുകളിൽ നിന്നും സംവരണത്തെ പൂർണ്ണമായി സംരക്ഷിക്കാൻ ഈ നിയമങ്ങൾ ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നാണ് ചിരാഗിന്റെയും സഖ്യകക്ഷികളുടെയും ഉറച്ച ആവശ്യം. ജന്തർ മന്ദറിലെ സംവരണ വിരുദ്ധ സമരങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി സംവരണം എടുത്തു കളയാൻ സാധിക്കില്ല എന്നും അതിലൊരു പുനഃപരിശോധന പോലും അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ SC/ST ക്രിമിനൽ ഉപവർഗീകരണ വിധിക്കെതിരെ മുൻ മുഖ്യമന്ത്രി ജിതേന്ദ്ര മാഞ്ചിയുടെ പാർട്ടി ശക്തമായ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി OBC, ദളിത്, ആദിവാസി വോട്ട് ബാങ്കുകൾ ഒപ്പം നിർത്താൻ NDA ഘടകകക്ഷികൾ സംവരണ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് കൃത്യമായ സൂചനയാണ് ഈ നീക്കങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ട് നിതീഷ് കുമാർ സർക്കാർ കൊണ്ടുവന്ന 65% സംവരണം പുനഃസ്ഥാപിക്കാൻ ശക്തമായി പോരാടുമെന്ന് NDA-യിലെ മറ്റൊരു പ്രധാന ഘടകകക്ഷിയായ രാഷ്ട്രീയ ലോക് മോർച്ചയുടെ നേതാവ് ഉപേന്ദ്ര കുഷ്വാഹയും പ്രഖ്യാപിച്ചു. ബീഹാർ ജാതി സർവേയുടെ അടിസ്ഥാനത്തിൽ വിഭാവനം ചെയ്ത ഈ സംവരണ പദ്ധതി കോടതി ഇടപെടലിലൂടെ തടസ്സപ്പെട്ടുവെങ്കിലും നിതീഷ് കുമാർ തുടക്കം കുറിച്ച ഈ സാമൂഹ്യ നീതിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ NDA ഘടകകക്ഷികൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സംവരണ വിഷയത്തിൽ സഖ്യകക്ഷികൾ ഒന്നിച്ചിത്തരം ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് BJP നേതൃത്വത്തിന്റെ മേൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഈ SC/ST ഉപവർഗീകരണ വിധിക്കെതിരെ ജിതേന്ദ്ര മാഞ്ചി പരസ്യമായിട്ട് രംഗത്തെത്തിയത് NDA-ക്കുള്ളിലെ വിടവ് കൂടുതൽ വ്യക്തമാക്കുന്നു. ഇനി വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം മുന്നിൽ നിൽക്കവേ OBC, ദളിത് വിഭാഗങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഈ നേതാക്കൾ സ്വന്തം കേന്ദ്ര സർക്കാരിനെ പോലും വെല്ലുവിളിക്കാൻ തയ്യാറായിരിക്കും. ഉപേന്ദ്ര കുഷ്വാഹയെ പോലുള്ള നേതാക്കളും 65% സംവരണം പുനഃസ്ഥാപിക്കാൻ പോരാടണമെന്ന് പ്രഖ്യാപിച്ചതോടെ BJP-ക്ക് മുന്നിൽ മറ്റ് വഴികളില്ലാതാവുകയാണ്. സഖ്യകക്ഷികളുടെ ഈ കടുപ്പിച്ച നിലപാട് BJP പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കുന്നു. സംവരണ വിഷയത്തിൽ സഖ്യകക്ഷികൾ ഒന്നടങ്കം BJP പൂട്ടിയിടുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്നത് വലിയ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റാണ്. Super hit. Come on to G-Mart, shop, smile, celebrate. Lucky draws, exciting prizes. Laka laka, don't be late. Laka 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 laka, Nandilat G-Martil. Laka 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 laka, Bangu Jaiku, Agoshiku. Nandilat G-Martil.